നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതി ഇന്നാണ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും പുനഃപരീക്ഷ നടത്തേണ്ട സാഹചര്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സിബി, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംബന്ധിയായ കാര്യങ്ങളിൽ നാന്ദിയാകുന്ന കുറിപ്പാണിന്ന് സുപ്രീം കോടതിയിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനിത് ഒറ്റപ്പെട്ട സംഭവമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ്? തീർച്ചയായും ഈ നീറ്റിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സത്യവാങ്മൂലം തന്നെയാണ് കേന്ദ്ര സർക്കാരും NTAയും നൽകിയിരിക്കുന്നത്. അതായത് നീറ്റിൽ പുനഃപരീക്ഷ വേണ്ട എന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ മൂലത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നും പുനഃപരീക്ഷ നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ച ഈ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. പട്നയിലും ഗോദ്രയിലും അങ്ങനെ രണ്ടിടത്ത് മാത്രമാണ് ക്രമക്കേട് നടന്നത്. ആ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. ഈ പരീക്ഷാ ക്രമക്കേട് പുറത്തുവന്നതിന് പിന്നാലെ ഒരു 7 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി നടത്തിയ പരിശോധനയിലും ഈ ക്രമക്കേടുകൾ ചിലയിടങ്ങളിൽ മാത്രമാണ് കണ്ടെത്താനായത്. അതുകൊണ്ട് തന്നെ കൂടാതെ പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും ഇല്ലെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പുനഃപരീക്ഷ വീണ്ടും നടത്തിയാൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ടെലഗ്രാം വഴി ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് NTA സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച വ്യാജമായി ടെലഗ്രാം വഴി ഉണ്ടായെന്ന് വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തെന്നും NTA ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നമുക്ക് മധ്യപ്രദേശിൽ അടക്കം നേരത്തെ ഈ വ്യാപം അഴിമതി എങ്ങനെ വെള്ളപൂശിയോ അതുപോലെ തന്നെ ഈ ഒരു ചോദ്യപേപ്പറിനെയും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാരും NTA നൽകിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം, ഏകദേശം ഉച്ചയ്ക്ക് മുൻപായി. പക്ഷേ ഈ വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ, കാരണം ടെലഗ്രാമിലേത് അടക്കം ഉള്ള കാര്യങ്ങൾ തെളിവായി കോടതിക്ക് മുന്നിലുണ്ട്. ഈ വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ സുപ്രീം കോടതി ഈ ലളിതവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ലളിതവൽക്കരണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കും. ഇതുതന്നെയാണ് ഈ സുപ്രധാന നീതിപീഠത്തിൽ, പരമോന്നത നീതിപീഠത്തിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്, 3 അംഗ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രധാനമായി വ്യക്തമാക്കിയത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട് അത് എത്രത്തോളം വ്യാപകമാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഗ്രാവിറ്റി ഉണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദമായ റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു. അതായത് ടെലഗ്രാം അടക്കമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത് പ്രചരിച്ചാൽ സ്വാഭാവികമായും അത് തീ പോലെ ഇരിക്കാമെന്നെല്ലാം നിലയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു വിശ്വാസം തകർന്ന എന്ന് ബോധ്യപ്പെട്ടാൽ പുനഃപരീക്ഷ വേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവരൊരു സത്യവാങ്മൂലം നൽകുമ്പോൾ ഹർജിക്കാർ നൽകുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ദിവസങ്ങളും മാത്രമല്ല, ഇത് റദ്ദാക്കുന്ന ആവശ്യപ്പെട്ട് സംയോജിച്ച് ഏക ഹർജി സമർപ്പിക്കാൻ വരെ കോടതി പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കുമ്പോഴാണ് ഈ കേന്ദ്ര സർക്കാർ കാണുന്നത് പോലെ സുപ്രീം കോടതി ഇതിനെ കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല. സുപ്രീം കോടതി ഇന്ന് ഇതിൽ നിർണായകമായ തീരുമാനമെടുക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.